അസ്സലാമലൈക്കും ഗൈസ്. ഇപ്പോൾ വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് പിള്ളേർക്ക് വിശപ്പും കൂടുതലാണ്, എൻ്റെ പരീക്ഷണങ്ങളും കൂടുതലാണ്. ഇന്നുണ്ടാക്കുന്നതാണ് പൊട്ടാറ്റോ ട്വിസ്റ്റർ. സംഭവമൊന്നുമില്ല, ഇതിൻ്റെ ഒരു ഷേപ്പാണ് നമുക്ക് ചലഞ്ചായിട്ട് വരുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതൊരു വലിയ പൊട്ടാറ്റോ എടുക്കുക, എന്നിട്ട് അതിൻ്റെ സ്കിൻ പീൽ ചെയ്ത് കളഞ്ഞിട്ട് അത് 1 ഇഞ്ച് വലുപ്പത്തിൽ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ റൗണ്ട് ഇതുപോലെ 2 ബാമ്പു സ്റ്റിക്ക് വെച്ചിട്ട് ആദ്യം സ്ട്രെയിറ്റ് കട്ട് ചെയ്യുക, പിന്നെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. ആദ്യം സ്ട്രെയിറ്റ്, പിന്നെ ഇങ്ങനെ കേട്ടോ ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ നേരിയതായിട്ട് പതിയെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യണോണ്ട് കേട്ടോ എന്നെ അതിങ്ങനെ വിട്ടു പോരത്തില്ല. കണ്ടോ, ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വലിഞ്ഞൊരു ആദ്യം ചെയ്തത് തകർന്ന തരിപ്പണായിട്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി, ഇത് സ്റ്റിക്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിനി ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണല്ലോ പൊട്ടാറ്റോ ട്വിസ്റ്റർ. ഇങ്ങനെ അതിലേക്ക് ഇനി കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക, പിന്നെ കോൺഫ്ലോറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഓയിലിൽ ഇങ്ങനെ മുങ്ങി പൊരിഞ്ഞ് വരണം. കണ്ടോ, ഒരുപാട് കരിഞ്ഞ് പോകരുത് കേട്ടോ. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് അത് ഫ്രൈ ആക്കി എടുക്കുക. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞ്. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും ഞാൻ കുറച്ചുകൂടി മുളക്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തും ആഡ് ചെയ്യാം അതിൻ്റെ മേലെ മസാലകൾ കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയാണ്. പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.